കുറച്ച് നാളുകൾക്ക് ശേഷം നമ്മൾ ടീംസ് എല്ലാം കൊണ്ട് പുറത്തോട്ട് പോയാണ്. കറങ്ങാനൊന്നും പോകുന്നതല്ല, ക്യാൻറ്റീനിൽ പോയി കുറച്ച് സാധനം വാങ്ങാൻ പോകുന്നതാണ്. എൻ്റെ കസിൻസ് ഉണ്ടായിരുന്നു, അവൾമാർക്ക് 2 പേർക്കും കൂടി സാധനം വാങ്ങാൻ വന്നിന്. അപ്പോൾ എൻ്റെ അടുത്തോട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഇതുവരെ ക്യാൻറ്റീനിൽ പോയിട്ടില്ല, അങ്ങനെ പോയതാണ് കേട്ടോ. അവിടെ ചെന്ന് ഒരുപാട് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാമെന്ന് പറഞ്ഞ് പോയതാണ്. പക്ഷെ അവിടെ ചെന്നപ്പോഴത്തേക്കും ഒന്നുമില്ല, മൊത്തം കാലിയായിട്ട് കിടക്കായിരുന്നു. പിന്നെ കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങിയോളൂ. വാങ്ങിയിട്ട് നമ്മൾ നേരെ ബില്ലടിച്ചിട്ട് ഇറങ്ങി കേട്ടോ. പിന്നെ എൻ്റെ കൂടെ അമ്പാടി ഉണ്ടായിരുന്നു, അവൻ കട്ടയ്ക്ക് നിൽക്കായിരുന്നു കേട്ടോ. അവൻ എല്ലാത്തിനും നല്ല ഹെൽപ്പിംഗ് ആയിരുന്നു, സാധനങ്ങൾ എടുക്കാനായിരുന്നാലും എല്ലാത്തിനും. അവൻ ഈ ട്രോളി കൊണ്ട് എവിടെ സാധനം വാങ്ങാൻ പോയാലും അവന് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ നമ്മൾ എല്ലാം പാക്ക് ചെയ്ത് ഇറങ്ങി കേട്ടോ. ഇറങ്ങിയപ്പോഴത്തേക്കും ഏകദേശം ഉച്ചയാവാറായിട്ടുണ്ടായിരുന്നു. നേരെ വന്നത് എൻ്റെ വീട്ടിലോട്ടാണ്. നമ്മൾ കുറേ നാളായില്ല വന്നിട്ട്, ഇങ്ങനെ ഒരുമിച്ചൊക്കെ നിന്നിട്ട് ഒരുപാട് ദിവസമായി. പിന്നെ കുറച്ച് സമയം അവിടെ ഇരുന്നിട്ടാട്ടോ നമ്മൾ ഇറങ്ങിയത്. വെയിലായിരുന്നു. കുറച്ച് ഇരുന്നിട്ട് നേരെ വീട്ടിലോട്ട് വന്നിട്ട് പോകുന്ന വഴിക്ക് എൻ്റെ വീട്ടിലാണ് കയറിയത്. എൻ്റെ വീട്ടിലോട്ട് വന്നപ്പോഴും നല്ല വെള്ളദാഹം ഉണ്ടായിരുന്നു. ആദ്യം വെള്ളമൊക്കെ കുടിച്ച് സെറ്റായതിന് ശേഷം വാങ്ങിച്ച സാധനങ്ങളെല്ലാം 2-3 പേർക്കായിട്ടാണ് വാങ്ങിയത്. അപ്പോൾ അവരുടെ എല്ലാം ബില്ലൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാനുണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ ഡ്യൂട്ടി ഫുള്ള് ഏറ്റെടുത്തത് ആതിരയാണ് കേട്ടോ. ആതിര ഇരുന്ന് എല്ലാ കണക്കെല്ലാം സെറ്റ് ചെയ്ത് എല്ലാവരുടെയും ബില്ലൊക്കെ ഇട്ട് തന്നിട്ട് കുറച്ച് സമയം പിന്നീട് നമ്മൾ വെറുതെ കത്തി അടിച്ചുകൊണ്ടിരുന്നത് കേട്ടോ. നമ്മൾ 3 പേരും കൂടുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചളി പറഞ്ഞ് കത്തി അടിച്ചുകൊണ്ടേ ഇരിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് വാങ്ങി ബിരിയാണിയാണ് വാങ്ങിയത്. ബിരിയാണി കഴിക്കുന്ന വീഡിയോ ഒക്കെ എടുക്കാൻ ഞാൻ മറന്നു കേട്ടോ. നല്ല ബിരിയാണി ഉണ്ടായിരുന്നു കേട്ടോ. ബിരിയാണിയൊക്കെ കഴിച്ച് പിന്നെ അവരങ്ങ് പോയി, അവർ വീട്ടിലോട്ട് പോയി. നല്ല ലേറ്റ് ആയില്ല, പിള്ളേരൊക്കെ വീട്ടിൽ വെയിറ്റിംഗ് അല്ലേ. പിള്ളേരെ നോക്കുന്ന കാര്യത്തിൽ ടെൻഷൻ വേണ്ട, അവിടെ അമ്മമാരുണ്ട്, അവർ നന്നായിട്ട് പിള്ളേരെയൊക്കെ നോക്കിക്കോളും. എന്നാലും അവർ ഉച്ച കഴിഞ്ഞല്ലോ, അങ്ങനെ അവർ വീട്ടിലോട്ട് പോയി. ഞങ്ങൾ നല്ല സുഖമായിട്ട് കിടന്നുറങ്ങി.